അറബിക്കടലിൽ നിന്നുള്ള കാറ്റും മേഘങ്ങളും മൂലം സലാലയിൽ സെപ്റ്റംബർ 21 വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായ കാലാവസ്ഥാ പ്രതിഭാസം സഞ്ചാരികളുടെ കണ്ണും മനസ്സും ഒരുപോലെ കുളിർപ്പിക്കുന്നതാണ്. ദോഫാർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന സാംസ്കാരിക കായിക വിനോദ പരിപാടികളാണ് ഇത്തവണയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത്തീൻ സ്ക്വയർ, റിട്ടേൺ ഓഫ് ദി പാസ്റ്റ് മേളകൾ, സൂക്ക് ഏരിയ പദ്ധതി തുടങ്ങി 120-ലധികം പരിപാടികളാണ് ഇത്തവണയുള്ളത്. വാദി ദർബാത്ത്, ഐൻ റസാദ്, ഹംറാൻ, ജർസീസ് തുടങ്ങിയ പ്രകൃതിദത്ത നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും സീസണിൽ സജീവമാകും. ജൂൺ 21 സീസൺ ആരംഭിക്കുമെങ്കിലും പ്രകൃതി പൂർണ്ണമായും പച്ചപ്പണിഞ്ഞ് കനത്ത മൂടൽ മഞ്ഞും മഴയും ആസ്വദിക്കാൻ ജൂലൈ പകുതിയെങ്കിലും ആവണം. റോഡുകൾ, ടൂറിസ്റ്റ് സൗകര്യങ്ങൾ, സന്ദർശക സേവനങ്ങൾ എന്നിവയുടെ നവീകരണമടക്കം സർക്കാർ ഏജൻസികളും സ്വകാര്യ മേഖലയിലെ പങ്കാളികളും വിപുലമായ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. സന്ദർശകരുടെ എണ്ണം കണക്കിലെടുത്ത് സലാല വിമാനത്താവളത്തിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന അധിക വിമാന സർവീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സീസണിൽ 10 ലക്ഷത്തിന് മുകളിൽ സന്ദർശകരാണ് ദോഫാറിലെത്തിയത്. മീഡിയ 1, മസ്കത്ത്.